ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എങ്ങനെ OET-ക്ക് ബി സ്കോർ നേടാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പാസ് ആവേണ്ടതായിട്ടുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് IELTS-ഓ OET-ഓ ആണ്. അപ്പം ഈ IELTS-നെയും OET-യോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് IELTS-നേക്കാളും നല്ലത് OET എഴുതുന്നതാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടു പരിചയമുള്ള ടെർമിനോളജീസും നമ്മൾ കൈകാര്യം ചെയ്ത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസുമാണ് സാധാരണഗതിയിൽ ഈ OET-ക്ക് അത് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ IELTS-നേക്കാളും എപ്പോഴും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് നല്ലത് OET എഴുതുന്നതാണ്. പക്ഷെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം, MSc നഴ്സിംഗ് കഴിഞ്ഞു, BSc നഴ്സിംഗ് കഴിഞ്ഞു, ഹാർഡ് ക്ലിയർ ചെയ്തതാണ്, NCLEX പാസ്സായ ആളാണ്, പക്ഷെങ്കിൽ OET-ക്ക് ബി സ്കോർ കിട്ടുന്നില്ല. അതെന്തായിരിക്കും കാര്യം എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ടെസ്റ്റുകളെല്ലാം നമ്മളുടെ നോളജിനെ അസസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ ഈ OET അല്ലെങ്കിൽ IELTS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു നോളജ് ടെസ്റ്റ് അല്ല. അപ്പൊ ഇത് ഒരു 95% ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഗ്രാമറും വൊക്കാബുലറിയും പ്രൊനൗൺസിയേഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടും OET-ക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾക്ക് നല്ല ഒരു ഗ്രാഹ്യം, ഇതെന്താണ് ടെസ്റ്റ്, ഇതെങ്ങനെയാണ് നമ്മളെ അസസ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള നല്ലൊരു ഗ്രാഹ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ബി സ്കോർ നേടാൻ പറ്റും. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, ഈ IELTS-നേക്കാളും ഒരുപാട് എക്സ്പെൻസീവ് ആണ് OET എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്താതെ പെട്ടെന്ന് തന്നെ എക്സാമിലേക്ക് എടുത്തു ചാടി ചെന്നിട്ട് നമുക്ക് ഒരു നല്ലൊരു എമൗണ്ട് നഷ്ടമാകും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുവരെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ IELTS-നാണെങ്കിലും OET-ക്കാണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടെസ്റ്റിനെ കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. അപ്പൊ ഈ OET-ക്ക് 4 സബ് ടൈപ്പാണ് ഉള്ളത്: റൈറ്റിംഗ്, റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ്. അപ്പൊ ഈ 4 ടൈപ്പിനും നമ്മൾ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് നല്ല ഗ്രാമറും നല്ല പ്രൊനൗൺസിയേഷനും നല്ല വൊക്കാബുലറിയും ഉള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട രീതിയിൽ ടെസ്റ്റിനെ മനസ്സിലാക്കി വേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തം പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടി പറ്റും. ഇനി അതല്ല, നിങ്ങളെ തന്നെ സ്വന്തം വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാമറും കാര്യങ്ങളും ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു എക്സ്പേർട്ട് ടീച്ചറിന്റെ അഡ്വൈസ് നിങ്ങൾക്ക് മേടിക്കാം. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കാലിബറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് കോച്ചിങ്ങിന് പോകണോ, കോച്ചിങ്ങിന് പോകണ്ടയോ, ഏതെങ്കിലും ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സുകൾക്ക് പോകണോ, അങ്ങനെയൊക്കെയുള്ള കാര്യം പ്യുവർ ആയിട്ട് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നമുക്ക് പോകണോ അങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ ഈ 4 സബ് ടൈപ്പിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഫെയിൽ ആകുന്ന ഒരു സബ് ടൈപ്പ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. അപ്പൊ ശരിക്കും കാര്യം പറഞ്ഞാല് ഈ IELTS-ന്റെ റൈറ്റിംഗ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ OET-യുടെ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എളുപ്പമാണ് നമുക്ക് പാസ്സാവാന്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കേസ് നോട്ട് ഉണ്ടാവും. നമ്മൾ എന്ത് ഇൻഫർമേഷൻ ആണ് ഈ ലെറ്ററിനകത്ത് കൊടുക്കേണ്ടത് എന്നുള്ള കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് വേണ്ട രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നല്ല ഗ്രാമറും നല്ല വൊക്കാബുലറിയും ഒക്കെ ഉപയോഗിച്ച് നമ്മളിത് പ്രസന്റ് ചെയ്ത് വെക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പം നമുക്ക് പാസ്സാകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് റൈറ്റിംഗിന് കിട്ടുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു ബുക്ക്ലെറ്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് കേസ് നോട്ട് ഉണ്ടാവും. കണ്ടു, ഇങ്ങനെ 2 പേജിലായിട്ട് നമുക്ക് കേസ് നോട്ട് ഉണ്ടാവും. ഈ കേസ് നോട്ടിനകത്ത് ഇവർ ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ അവസാന ഭാഗത്തേക്കായിട്ട് റൈറ്റിംഗ് ടാസ്കും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ 5 മിനിറ്റ് ഈ കേസ് നോട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങൾ മനസ്സിരുത്തി ഈ കേസ് നോട്ട് വായിക്കണം. അപ്പൊ ഈ കേസ് നോട്ടിന്റെ ആദ്യ ഭാഗം ഫുൾ ഭാഗം വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടില്ല, ആദ്യം തന്നെ ഈ റൈറ്റിംഗ് ടാസ്ക് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ആ റൈറ്റിംഗ് ടാസ്ക് നിങ്ങൾ മനസ്സിരുത്തി വായിക്കുക.
അപ്പം ഈ റൈറ്റിംഗ് ടാസ്കിനകത്ത് നിങ്ങൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത്, എന്തുകൊണ്ടാണ് ലെറ്റർ എഴുതുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴ് ഈ ഒരു നല്ലൊരു രീതിയിൽ നമ്മൾ വായിച്ച് ഈ റൈറ്റിംഗ് ടാസ്ക് മനസ്സിലാക്കുന്നതോടെ നിങ്ങൾക്ക് ഏതൊക്കെ ഇൻഫോർമേഷൻസ് ഈ നമുക്ക് തന്നിരിക്കുന്ന കേസ് നോട്ടിൽ നിന്ന് സെലക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നമ്മുടെ ആൻസറിൽ എഴുതണം എന്നുള്ള ഒരു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പം പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒന്നും എഴുതാനോ വരയ്ക്കാനോ ഹൈലൈറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഇത് ജസ്റ്റ് ഇത് വായിച്ച് നമ്മളുടെ മനസ്സിൽ ഒരു നല്ല പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ആ സമയത്ത് നിങ്ങൾ ഈ ആദ്യം റൈറ്റിംഗ് ടാസ്ക് വായിക്കുന്നു, അതിനുശേഷം ഈ കേസ് നോട്ട് വായിക്കുന്നു. ഈ കേസ് നോട്ടിനകത്ത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടാവും, പേഷ്യന്റിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടാവും, ഫുള്ള് പേഷ്യന്റിന്റെ മലയാറ്റൽ സ്റ്റാറ്റസ്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ഡിസ്ചാർജ് ഡേറ്റ്, റീസൺ ഫോർ അഡ്മിഷൻ, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മെഡിക്കേഷൻസ്, നഴ്സിംഗ് മാനേജ്മെന്റ് പ്രോഗ്രസ്, അതുപോലെ തന്നെ അസസ്മെന്റ്, ഡിസ്ചാർജ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അവർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എടുത്തിട്ട് നമ്മളുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം പേഷ്യന്റിനെ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെങ്കിൽ, അറിയുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിലാണ് നമ്മൾ ലെറ്റർ എഴുതുന്നതെങ്കിൽ അതനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ കേസ് നോട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 മിനിറ്റ് കഴിഞ്ഞു. 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത് എഴുതാനുള്ള സമയം സ്റ്റാർട്ട് ചെയ്യും. ആ എഴുതാനുള്ള സമയം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പെട്ടെന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കിട്ടിയ വായിക്കാൻ വേണ്ടി കിട്ടിയ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഇല്ലേ, അതിന്റെ പുറകിൽ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ നിങ്ങൾ ഇപ്പോഴ് ആ ആദ്യത്തെ 5 മിനിറ്റിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയിരുന്ന റഫ് ആയിട്ടുള്ള പ്ലാന് മറക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് ഈ ലെറ്ററിനകത്ത് എഴുതേണ്ടത്, ഏത് രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള ഒരു റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ പെട്ടെന്ന് തന്നെ ഈ ബാക്കിൽ നിങ്ങൾ ഒരു 2-3 മിനിറ്റ് എടുത്ത് പെട്ടെന്ന് നിങ്ങൾ എഴുതി ഒരു പ്ലാന് ഉണ്ടാക്കി വെക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ ഒരു റഫറൽ ലെറ്റർ എഴുതി വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം നമ്മളുടെ മനസ്സിൽ ആ ഒരു പ്ലാൻ ഉണ്ടാവണം. നമ്മൾ എന്ത് എഴുതാൻ പോകുമ്പോഴും നമുക്കൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാവണം. ഓക്കെ, അപ്പോഴ് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ഉണ്ടാക്കി, ആ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ റഫ്, അപ്പൊ നമ്മൾ ആ ബുക്ക്ലെറ്റിന്റെ ബാക്കിൽ ആ റഫായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എഴുതി വെച്ചു. ആ ഭാഗം അവര് എക്സാമിനേഴ്സ് അത് അസസ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടി പോവാണ്. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത്. ഈ ആൻസർ ബുക്ക്ലെറ്റിനകത്ത് ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ട് ഫോട്ടോ ഉണ്ടാവും. അതുപോലെ ഇവിടെ കാൻഡിഡേറ്റ് നമ്പർ, ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അത്, പ്രൊഫഷൻ ഏതാണ്, വെന്യൂ, ടെസ്റ്റ് ഡേറ്റ്, അങ്ങനെയുള്ള നിങ്ങളുടെ സിഗ്നേച്ചർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെ നിങ്ങൾ എഴുതാൻ വേണ്ടി തുടങ്ങുവാണ്. ഈ എഴുതുമ്പോൾ ഈ 2 പേജസ് ആണ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടായിട്ടുള്ളത്. ഓക്കെ, ഈ ഇത്രയും പേജും ഉണ്ട്, ഇത്രയും പേജും ഉണ്ട്. 180 to 200 വേർഡ്സിലാണ് സാധാരണ നമുക്ക് ഈ എഴുതി നിർത്തേണ്ടത്. അപ്പൊ നിങ്ങൾ കുറച്ച് പ്രാവശ്യം എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്ട് എന്തോരെ വേർഡ്സ് ആണ് ഒരു ലൈനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 180-200 ലിമിറ്റ് നിർത്താൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് റൈറ്റിംഗിന്റെ മൊഡ്യൂളിനെ കുറിച്ച്. ഇത് ഏത് ഫോം, എങ്ങനെ ഇത് ഓർഗനൈസ് ചെയ്യണം, എങ്ങനെ ഒരു ബെറ്റർ റഫറൽ ലെറ്റർ എഴുതാം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരുപാട് ലെങ്തി വീഡിയോ ആയി പോകും. അതുകൊണ്ട് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് നമുക്ക് ഓരോ സബ് ടൈപ്പും ഇപ്രാവശ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ റൈറ്റിംഗ് ടാസ്കിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് റീഡിങ് എന്ന് പറയുന്നതാണ് അടുത്ത ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫായിട്ട് അവർക്ക് തോന്നുന്നത്. അപ്പം ഈ റീഡിങ്ങിന് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന് പറഞ്ഞ് 3 പാർട്ടുകളുണ്ട്. അപ്പം ഈ പാർട്ട് എ ഒറ്റയ്ക്കും ബി ആൻഡ് സി ഒരുമിച്ചുമാണ് നമ്മൾ എക്സാമിന് റീഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പാർട്ട് എക്ക് നമുക്ക് 15 മിനിറ്റ് ആവുള്ളത്. അപ്പൊ നമുക്കറിയാലോ ഏതൊരു എക്സാം ആണെങ്കിലും ഈ 15 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ നൊടി ഇഴയോടെ കടന്നു പോകും, നമുക്ക് കണ്ടിട്ട് ഓർക്കുന്ന സമയം കൊണ്ട് കടന്നു പോകും. അപ്പം എന്താണെങ്കിലും പാർട്ട് എക്ക് 15 മിനിറ്റ് ആണുള്ളത്. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ആൻസറുകളെല്ലാം വായിച്ച് നമുക്ക് അതിന് ആൻസർ ചെയ്യും. അപ്പം ആ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇൻവിജിലേറ്റേഴ്സ് വന്നിട്ട് നമ്മുടെ അടുത്ത് ഈ പേപ്പർ തിരിച്ച് കളക്ട് ചെയ്തിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ടെസ്റ്റ് ഡേയില് നമുക്ക് പാർട്ട് എക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരു ടെക്സ്റ്റിന്റെ ബുക്ക്ലെറ്റും കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്ക്ലെറ്റ് പാർട്ട് എയുടെ.
അപ്പൊ നമ്മൾ നേരത്തെ റൈറ്റിംഗിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതിലൂടെ പാസ്പോർട്ട് ഫോട്ടോ ഉണ്ടാവും, നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും, നമുക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പം ഈ പാർട്ട് 7 ഒരു ആൻസറിന് 1 മാർക്കായിരിക്കും ഉണ്ടാവുക. പിന്നെ നെഗറ്റീവ് സ്കോറിംഗും ഇല്ല. അതുകൊണ്ട് എങ്ങനെയും ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ഈ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ആൻസർ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങൾ ടൈമർ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ കഴിവിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് ഈ 15 മിനിറ്റ് കൊണ്ട്, അതായത് ഞാൻ പറഞ്ഞ ആദ്യം റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് 15 മിനിറ്റേ ഉള്ളൂ, നൊടിയിടെ കഴിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നന്നായിട്ട് നമുക്ക് എക്സാം ഡേയിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോഴ് ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നിങ്ങൾ എക്സാമിനേഴ്സ് നമ്മളോട് പറയുന്ന അനുസരിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇതാ അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനുള്ള സ്പേസും അവർ വിട്ടിട്ടുണ്ടാവും. കണ്ടോ, ഇതുപോലെയായിരിക്കും നമുക്കുണ്ടാവുക. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ആൻസറുകളും എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം നമ്മൾ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ സ്പെല്ലിംഗ് വളരെ കൃത്യമായിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതണം. നോക്കി ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുമ്പോൾ തെറ്റി പോവരുത്. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് സ്പെല്ലിംഗിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ റോങ് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പൊ നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ്. ഈ ടെക്സ്റ്റ് ബുക്ക്ലെറ്റിനകത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, ടെക്സ്റ്റ് സി, ടെക്സ്റ്റ് ഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ടെക്സ്റ്റുകൾ ഇതിനകത്ത് ഉണ്ടാവും. അപ്പം ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ IELTSന്റെ റീഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇത് ഒരുപാട് ഈസിയാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും, കിട്ടാതിരിക്കത്തില്ല. 4 ടെക്സ്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ടെക്സ്റ്റുകളിലായിട്ടായിരിക്കും നമ്മളുടെ ഈ 20 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഉണ്ടാവുക. അപ്പൊ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ വായിച്ച് അണ്ടർലൈൻ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് ആൻസർ എഴുതുക. ഇതിന്റെ ടെക്നിക്കും നമ്മൾ ഫർദർ വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ നമ്മളുടെ ഫസ്റ്റ് പാർട്ട് എ കഴിഞ്ഞു. ഇൻവിജിലേറ്റേഴ്സ് വന്നിട്ട് 15 മിനിറ്റ്സിന് ശേഷം നമ്മളുടെ അടുത്ത് വന്നിട്ട് ഈ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇനി അടുത്തത് പാർട്ട് ബിയും ഉണ്ട്, പാർട്ട് സിയും ഉണ്ട്. പാർട്ട് ബിക്കും പാർട്ട് സിക്കും എങ്ങനെയാന്ന് ചോദിച്ചാല്, പാർട്ട് ബിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫ് കിട്ടും, ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ABC എന്ന് പറഞ്ഞാൽ 3 ഓപ്ഷൻ ഉണ്ടാവും. ആ 3 ഓപ്ഷനകത്ത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇതാണ് നിങ്ങളുടെ ബിക്കും സിക്കും കൂടെ വേണ്ടി കിട്ടുന്ന നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ABC 3 ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഈ ഒരു ഷോർട്ട് പാരഗ്രാഫിൽ നിന്ന് ഉള്ളതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്രമാത്രം ഈസിയാണ് ഇതെന്നുള്ളത്. ഈസി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ നമുക്ക് പോയാൽ ചെയ്യാൻ പാസ്സാകാൻ പറ്റുന്നുള്ളതല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ നമ്മൾ IELTS ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം ഈസിയാണ് ഇവിടെ എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പൊ ഇതുണ്ടോ, ഇതിനകത്ത് നിന്ന് നമ്മൾ ബെസ്റ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതിനെ നമ്മൾ ബബിൾ ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ 6 ഷോർട്ട് പാരഗ്രാഫുകൾ ഉണ്ടാവും. അങ്ങനെ ആ 6 ഷോർട്ട് പാരഗ്രാഫ് നിങ്ങൾ പാർട്ട് ബിയിൽ കംപ്ലീറ്റ് ആക്കുക. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് പാർട്ട് സി. പാർട്ട് സിയിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 2 വലിയ ടെക്സ്റ്റുകൾ ഉണ്ടാവും. ആ 2 വലിയ ടെക്സ്റ്റുകൾക്കകത്തും ഒരുപാട് പാരഗ്രാഫുകളായിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരുപാട് പാരഗ്രാഫ് ആയിട്ടായിരിക്കും തിരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഏതാണ്ട് ഒരു 700 വേർഡ്സ് ഒക്കെ ആയിരിക്കും ആ മൊത്തം ഒരു ടെക്സ്റ്റ് ഉണ്ടാവുക. അപ്പം അതിനകത്തും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 8 ക്വസ്റ്റ്യൻസോളമാണ് പാർട്ട് സിയുടെ ഫസ്റ്റ് ടെക്സ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരിക. അപ്പം അതിനകത്ത് നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരഗ്രാഫ് നോക്കുക, ആൻസർ കണ്ടുപിടിക്കുക. ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 ഓപ്ഷനകത്ത് ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക, നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പൊ ഇത് കണ്ടു, ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ വലിയ ടെക്സ്റ്റ് ആയിരിക്കും കിട്ടുക. ഏതാണ്ട് 700 വേർഡ്സ് ഒക്കെ വരുന്ന വലിയ ഒരു ടെക്സ്റ്റ് ആണ്. അതിനകത്ത് പല പാരഗ്രാഫ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. പക്ഷെങ്കിൽ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അതായത് ഓരോ ക്വസ്റ്റ്യനും ഏത് പാരഗ്രാഫിലാണ് അതിന്റെ ആൻസർ ഉണ്ടാവുക എന്നുള്ള ഒരു ഹിന്റ് നമുക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലോട്ട് പോയിട്ട് നമ്മളുടെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പറ്റും. പക്ഷെ ഇത് എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞാലും ഇതിനകത്തെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. വെറുതെ പ്രാക്ടീസ് ചെയ്താൽ പോലെ തീർച്ചയായിട്ടും ടൈം ബൗണ്ട് ആയിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ പാർട്ട് സിയുടെ
ഫസ്റ്റ് ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 8 ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് കഴിഞ്ഞു. അതിനുശേഷം ഇതുപോലെ തന്നെ അടുത്ത രണ്ടാമത്തെ ടെക്സ്റ്റ് ഉണ്ടാവും. അതും സെയിം പോലെ തന്നെ ഏതാണ്ട് 700-800 വേർഡ്സ് ഉള്ള ഒരു ടെക്സ്റ്റ്, വലിയ ടെക്സ്റ്റ്. അതിനകത്ത് നമുക്ക് ഇതുപോലെ 4 ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നിങ്ങൾ അതും ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് റീഡിങ്ങിനകത്ത് വരുന്നത്. അതായത് റീഡിങ്ങിന് പാർട്ട് എ, ബി, സി എന്ന് പറയുന്നുണ്ട്. പാർട്ട് എക്ക് 15 മിനിറ്റ് ആണുള്ളത്. ആ 15 മിനിറ്റിന് ശേഷം ഇൻവിജിലേറ്റേഴ്സ് വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ആൻസർ ബുക്ക്ലെറ്റ് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം ബി ആൻഡ് സി നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. അപ്പം ബിക്കും സിക്കും കൂടെ നമുക്ക് ഒരുമിച്ച് 45 മിനിറ്റ്സ് ഉണ്ട്. അപ്പം ഈ സമയത്തൊക്കെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെല്ലിങ് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുമ്പോൾ ലിസണിങ് ആണ്. ലിസണിങ്ങിനും റീഡിങ്ങിനെ പോലെ തന്നെ 3 പാർട്ടുണ്ട്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് എയിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എഴുതേണ്ടിയ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ മുന്നിൽ തന്നെ നമുക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസും നമ്മളുടെ ഡീറ്റെയിൽസും എല്ലാം എഴുതിയിട്ടുണ്ടാവും. പിന്നെ ലിസണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ ഓഡിയോ ഒറ്റ തവണ പ്ലേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. രണ്ടാമത് നമ്മൾ കേൾക്കത്തില്ല, ഒറ്റ തവണ നമ്മളത് കേൾക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രാവശ്യവും നമുക്ക് കുറെ ഈ ലിസണിങ്ങിന് കുറെ എക്സ്ട്രാക്റ്റുകൾ ഉണ്ടാവും. ആ ഓരോ എക്സ്ട്രാക്റ്റും നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള സമയം ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ബ്ലീപ്പ് സൗണ്ട് കേൾക്കും. അതിനുശേഷമായിരിക്കും അവർ എക്സ്ട്രാക്ട് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്ട്രാക്ട് പ്ലേ ചെയ്യുമ്പോൾ മുതൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വളരെ കൃത്യതയോടെ നമ്മൾ ശ്രദ്ധിക്കണം അവർ പറയുന്ന കാര്യം എന്താണ് എന്നുള്ളത്. അപ്പം അതിനു മുമ്പ് ഒരു ടിപ്പ് ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് ഒരു പുറം രാജ്യത്തു നിന്ന് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സ്ലാങ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ, ഈ ഇന്റർനാഷണൽ സ്പീക്കേഴ്സിന്റെ ഹെൽത്ത് ടോക്കുകൾ ഉണ്ടാവും. ആ ഹെൽത്ത് ടോക്കുകൾ നിങ്ങൾക്ക് ഒരുപാട് കേട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെയാവുമ്പോൾ ഇവരുടെ സംസാര രീതികളും അവർ ഉപയോഗിക്കുന്ന ഓരോ സ്ലാങ്ങുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫെമിലിയറൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരുപാട് നമുക്ക് ഗുണം ചെയ്യും. അപ്പം സാധാരണഗതിയിൽ ലിസണിങ്ങിന് എല്ലാവർക്കും നല്ല സ്കോർ കിട്ടാറുണ്ട്. എങ്കിൽ പോലും ഒരു സബ് ടൈപ്പിലും നമ്മൾ ഒരു യാതൊരുവിധ രീതിയിലുള്ള ഉപേക്ഷയും വിചാരിക്കരുത്. നമ്മൾ 100% ആത്മാർത്ഥതയോടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. എങ്കിലേ നമുക്ക് വേണ്ടുന്ന സ്കോർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞു. ഇതിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞു പാർട്ട് എയില് നമ്മൾക്ക് 24 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 24 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 എക്സ്ട്രാക്റ്റുകളുടെ ആൻസർ ആയിട്ടാണ് നമ്മൾ ഇത്രയും എണ്ണം വരുന്നത്. അതായത് ഫസ്റ്റ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് വായിക്കുന്നു, നമുക്ക് ബ്ലീപ്പ് സൗണ്ട് കേൾക്കുന്നു, അതിനുശേഷം ഇവര് ഈ ഫസ്റ്റ് എക്സ്ട്രാക്ട് പ്ലേ ചെയ്യിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ 1 to 12 ആൻസർ ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് വായിക്കാനുള്ള സമയം കിട്ടുന്നു, ആ ബ്ലീപ്പ് സൗണ്ട് കേൾക്കുന്നു, പിന്നെയും നമ്മൾ ഇതിനുള്ള ആൻസർ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യത്തെ 24 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കുന്നു. അതിനുശേഷം നെക്സ്റ്റിലേക്ക് നമ്മൾ കിടക്കുന്നു, അതായത് പാർട്ട് ബിയിലേക്ക് കിടക്കുന്നു. പാർട്ട് ബിയിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 ഡിഫറെന്റ് എക്സ്ട്രാക്റ്റുകളാണ് കേൾക്കുന്നത്. അതായത് ഓരോ കേൾക്കുന്ന എക്സ്ട്രാക്റ്റിനും ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അതിനകത്തുണ്ടാവും. അങ്ങനെ 6 ഡിഫറെന്റ് എക്സ്ട്രാക്റ്റ് ഉണ്ട്. 6 ക്വസ്റ്റ്യൻ ആൻസറും ഇതിനകത്തുനിന്ന് വരുന്നുണ്ട്. നിങ്ങൾ ആ 6 എക്സ്ട്രാക്റ്റും ലിസൺ ചെയ്തിട്ട് എ ബി സിയിൽ ഏതാണോ കറക്റ്റ് ആയിട്ട് വരുന്നത് അത് നിങ്ങൾ ബബിൾ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പാർട്ട് സിയിലേക്ക് വരുന്നു. പാർട്ട് സിയിൽ ഇതുപോലെ തന്നെ 2 എക്സ്ട്രാക്ട് ഉണ്ട്. 2 എക്സ്ട്രാക്റ്റും കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 90 സെക്കൻഡ്സ് ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വായിക്കാൻ. ആ ക്വസ്റ്റ്യൻസ് 90 സെക്കൻഡോട് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ബ്ലീപ്പ് സൗണ്ട് കേൾക്കുന്നു, എക്സ്ട്രാക്ട് ഒരു പ്ലേ ചെയ്യിപ്പിക്കുന്നു, ഈ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യുന്നു. അതായത് 1 to 36 വരെ നമ്മൾ ആൻസർ ചെയ്യുന്നു. അതിനുശേഷം ഇത് സെയിം കാര്യം തന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള ടൈം നമുക്ക് 90 സെക്കൻഡ്സ് കിട്ടുന്നു, ബ്ലീപ്പ് സൗണ്ട് കേൾക്കുന്നു, അവർ എക്സ്ട്രാക്ട് പ്ലേ ചെയ്യുന്നു, ഇതിന്റെ ആൻസറുകൾ നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇതാണ് ലിസണിംഗ് ടെസ്റ്റിനകത്ത് വരുന്നത്. പിന്നെ ലിസണിങ്ങിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവസാനം ഒരു 2 മിനിറ്റ് സമയം നമ്മളുടെ ആൻസർ ഒക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ ലിസണിങ്ങിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഒരു 2 മിനിറ്റ്സ് നമ്മളുടെ ആൻസർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ലിസണിങ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കാതെ ഓർക്കുക.
അതായത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഇന്റർനാഷണൽ സ്പീക്കേഴ്സിന്റെ ഹെൽത്ത് ടോക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ വീട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, എങ്കിൽ പോലും നിങ്ങൾ വേറെ എന്തെങ്കിലും വെറുതെ കേട്ടോണ്ടിരിക്കുക. ഈവൻ അതൊന്നും കേൾക്കാൻ പറ്റില്ല, വെറുതെ BBC ന്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവരുടെ ഈ സ്ലാങ്ങുമായിട്ട് നിങ്ങൾക്ക് യൂസ്ഡ് ആവാൻ വേണ്ടി പറ്റും. അപ്പൊ ഇനി അവസാനത്തെ സബ് ടൈപ്പ് ആണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്പീക്കിങ്ങിന് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 റോൾ പ്ലേ ചെയ്യാനുണ്ടാവും. 5 മിനിറ്റിന്റെ 2 റോൾ പ്ലേ. അപ്പോൾ ഈ സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത്. ആദ്യം തന്നെ നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷനും ഒരു ID ചെക്ക് നടക്കുന്നുണ്ട്. ആ ഇൻട്രൊഡക്ഷന്റെ സമയത്ത് നമ്മളെ കുറിച്ചും ആ എക്സാമിനറിനെ കുറിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസ് അവർ പറയുന്നു. അതിനുശേഷം നമ്മളോട് ID പ്രൂഫ് കാണിക്കാൻ പറയും, നമ്മളോടൊരു സിഗ്നേച്ചർ ഇടാൻ പറയും. അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതിനുശേഷമാണ് വാം അപ്പ് സെഷൻ വരുന്നത്. ആ സമയത്ത് നമ്മൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുമായിട്ട് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കും. ഈ സമയത്തുള്ള ഈ കോൺവെർസേഷൻ ഒന്നും ഇവാലുവേറ്റ് ചെയ്യുന്നതല്ല, വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിങ്ങളുടെ ആ മനസ്സിന്റെ ആ നെർവസ്നെസ്സും ടെൻഷനും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതിനുശേഷമാണ് നമ്മൾ റോൾ പ്ലേയിലേക്ക് കടക്കുന്നത്. അപ്പൊ റോൾ പ്ലേയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു റോൾ പ്ലേ കാർഡ് കിട്ടും. ഇങ്ങനെ ഒരു കാർഡായിരിക്കും കിട്ടുക. ആ കാർഡിനകത്ത് ഏതാണ് സെറ്റിംഗ് എന്നുള്ള കാര്യവും നമ്മളുടെ ആ റോൾ പ്ലേ നടക്കുന്ന സാഹചര്യം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്താണെന്നുള്ളതും നമ്മളുടെ ടാസ്ക് എന്താണെന്നുമുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും. അപ്പം ആ 2 മിനിറ്റ് നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ വ്യക്തിയോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ശരിക്കും വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. ആ ടെൻഷന് തീർച്ചയായിട്ടും നമുക്ക് അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ പല ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളിൽ ശരിക്കും ഒറിജിനൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ ക്ലിനിക്കൽ സെറ്റപ്പിൽ ഇരിക്കുവാണെന്ന് നിങ്ങളുടെ മനസ്സിനോട് അങ്ങ് പറഞ്ഞു നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഈ സ്പീക്കിംഗ് നടത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂട്ടത്തിൽ റോൾ പ്ലേ ചെയ്യാനുള്ള ഈ വ്യക്തി വെറും ഒരു ആക്ടർ മാത്രമാണ്, ഇദ്ദേഹം അല്ല നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇരിക്കുന്നത് വെച്ചിട്ട് വല്ലാണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവരുടെ ആ ഒരു മാനരസങ്ങളും ഇവരുടെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ആ ഫീഡ്ബാക്കുകളും കാര്യങ്ങളും അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നതൊക്കെ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇവരുടെ സംസാരത്തിനനുസരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനും പറ്റും. നമ്മളുടെ ആങ്സൈറ്റി ഒക്കെ കുറെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ആദ്യത്തെ 2 മിനിറ്റ് നമുക്ക് പ്രിപ്പറേഷന് കിട്ടുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ അതിലേക്ക് നോക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ട് ഇത് നിങ്ങളുടെ നോളജ് ടെസ്റ്റ് അല്ല, നിങ്ങളുടെ ലാംഗ്വേജ് ടെസ്റ്റ് മാത്രമാണ്. അപ്പൊ നിങ്ങൾ നല്ല ഫ്ലുവന്റ് ആയിട്ട് നല്ല ഗ്രാമർ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ പറയുക എന്നുള്ളതാണ്. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കക്ഷി ഏത് രീതിയിലാണോ ആള് അഭിനയിക്കുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആദ്യത്തെ റോൾ പ്ലേ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ അടുത്ത വേറൊരു റോൾ പ്ലേ കാർഡ് കിട്ടുന്നു, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ അടുത്ത 5 മിനിറ്റ് അടുത്ത റോൾ പ്ലേ, അങ്ങനെ 2 റോൾ പ്ലേ ആണ് നിങ്ങൾക്ക് ഈ സ്പീക്കിങ്ങിന് ഉണ്ടാവുക. അപ്പം എന്താണെങ്കിലും മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് IELTS-ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാസ്സാവാൻ പറ്റുന്ന ഒരു എക്സാം ആണ് തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് നിങ്ങൾ കോൺഫിഡന്റ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സാമിന് ഡേറ്റ് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസിയിൽ കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം സ്വന്തം പോയിട്ട് ഡേറ്റ് എടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനെ അപ്രോച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് കറക്റ്റ് ഗ്രാമർ ഉപയോഗിക്കാൻ അറിയണം. നിങ്ങൾക്ക് പങ്ക്ച്വേഷൻ മാർക്കും അതുപോലെ പൊസിഷൻസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയണം. അതാണ് ഈ റൈറ്റിംഗ് വർക്കിലൊക്കെ പലർക്കും കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങൾ. അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം, ഫുൾ സ്റ്റോപ്പ് ഉള്ളിടത്ത് ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് റൈറ്റിംഗിൽ നമ്മൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതൊക്കെയാണ് പലരുടെയും ഫെയിലിയറിന് കാരണമാകുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ കേസ് നോട്ടൊക്കെ വായിച്ച് നോക്കുമ്പോൾ നമ്മൾ ഉറപ്പാക്കുക ഒരു മെയിലിനെ കുറിച്ചാണെങ്കിൽ ഹീ എന്നുള്ള ഹീ തന്നെ എഴുതുക. ചിലപ്പം
നമ്മൾ ആ ഒരു എക്സാമിന്റെ ടെൻഷനിൽ ഹീന്നുള്ള ഷീന്നൊക്കെ എഴുതി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളുടെ മാർക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ റൈറ്റിങ്ങിലൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ എഴുതി വെച്ചിരിക്കുന്ന കണ്ടന്റ് നിങ്ങൾ നന്നായിട്ട് മനസ്സിരുത്തി അതിനുശേഷം വായിക്കണം. അതായത് അവർക്ക് പേപ്പർ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വായിക്കണം. അതിന് വേണ്ടുന്ന സമയം നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇനിയിപ്പം എന്റെ വരുന്ന വീഡിയോയിൽ ഓരോ സബ് ടൈപ്പും നമുക്ക് എങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതെല്ലാം കൂടി ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞിട്ട് ഒരുപാട് ലെങ്തി ആയിരിക്കും, നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാൻ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിനും സഹകരണത്തിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഒരു അടുത്ത വീഡിയോ നമുക്ക് കാണാം.